അപകടം എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ രണ്ട് കൈകൾ എന്നെ സുരക്ഷിതമാക്കിയിരുന്നു. നന്നായി പേടിച്ചതുകൊണ്ട് തന്നെ ഇത്തിരി നേരം ഞാൻ ആ നെഞ്ചിൽ അഭയം പ്രാപിച്ചു. എന്നെ ആശ്വസിപ്പിക്കാൻ എന്നോണം ചന്തുവേട്ടന്റെ കൈകൾ എൻ്റെ മുടികളിൽ തലോടിക്കൊണ്ടിരുന്നു. എന്താടോ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? തലയുയർത്തി ചന്തുവേട്ടനെ ഒന്ന് നോക്കിയതല്ലാതെ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സ് അപ്പോഴും ആ ലോറി ഡ്രൈവറിലായിരുന്നു. ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളുവെങ്കിലും അത് മഹിയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വാ, ഞാൻ കൊണ്ടാക്കാം. ചന്തുവേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തില്ല. എന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി അമ്മയോട് സംസാരിച്ചിട്ടാണ് പോയത്. രാത്രി നേരം ഒത്തിരിയായിട്ടും അച്ഛനും പൃഥ്വിയും വന്നില്ല. ഫോൺ വിളിച്ചിട്ട് രണ്ടാളും എടുക്കുന്നുമുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ചന്തുവേട്ടൻ എന്നെ ഫോൺ വിളിച്ചു. പൃഥ്വിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായെന്നും അച്ഛൻ അവിടെയാണുള്ളതെന്നും പറഞ്ഞു. കേട്ട ഉടനെ ഞാനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അച്ഛനും ചന്തുവേട്ടനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പൃഥ്വിയെ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി കണ്ടു. അവൻ്റെ തലയ്ക്കും കാലിനും നല്ല പരിക്കുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കൂടാതെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളും ഒക്കെ കൂടി എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഡി, നീ എന്തിനാ കരയണേ? ഇടി പൊട്ടി, ഇങ്ങനെ കരയാൻ നിന്റെ ആരെങ്കിലും ചത്തോ? എൻ്റെ സങ്കടം മാറ്റാൻ അവൻ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. എന്താടി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നിനക്കിതെങ്ങനെയാടാ പറ്റിയത്? ഞാൻ സ്നേഹതീരത്തിലേക്ക് വരുമ്പോൾ എതിരെ ലോറി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബൈക്ക് തിരിക്കാൻ കഴിഞ്ഞില്ല. നേരെ വന്നിടിച്ചു. ദൂരേക്ക് തെറിച്ചു വീണത് ഓർമ്മയുണ്ട്. പിന്നെ ബോധം വരുമ്പോഴാ ഇവിടെ കിടക്കുന്നു. അവൻ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ലോറി തന്നെയാണോ? നിനക്ക് ഉറപ്പാണോ? ആടി, ലോറി ഞാൻ കണ്ടതാ. അത് ഓടിച്ചയാളെ നീ കണ്ടിരുന്നോ? അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ധ്രുവനെ കണ്ട് തിരിച്ചു വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പൃഥ്വിയോട് പറഞ്ഞു. എനിക്ക് ഉറപ്പാ പൃഥ്വി, അത് അയാൾ തന്നെയാ, മഹി. ഞാൻ കണ്ടതാ. നിനക്ക് സംഭവിച്ചതിന് പുറകിലും മിക്കവാറും അയാൾ തന്നെയായിരിക്കും. എനിക്കെന്തോ പേടിയാവും പൃഥ്വി. ഞാൻ കാരണം. ഞാൻ പറയുന്നത് കേൾക്കാതെ പൃഥ്വി അവൻ്റെ നോട്ടം എൻ്റെ പിറകിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം കണ്ട് ഞാനും തിരിഞ്ഞു നോക്കി. ആദി, ഞാൻ പറഞ്ഞതൊക്കെ അവൻ കേട്ടെന്ന് ആ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. മഹിയോടുള്ള കടുത്ത ദേഷ്യം ആ മുഖത്ത് പ്രകടമായിരുന്നു. പറയാർദ്ര, എവിടെ അയാളുടെ താമസം? അയാൾ കാരണം ഇനി നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. തീർക്കാൻ പോകുക ഞാൻ അയാളെ. ആദി, വേണ്ടേ ആദി, നീ അയാളെ ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അവരെന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ, പ്ലീസ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ആദിയുടെ ദേഷ്യത്തിന് ഒരയവ് വന്നില്ലെന്ന് തോന്നി. ഇല്ലേ ആർദ്ര, അവനെയൊക്കെ 5 വർഷം ജയിലിലിട്ട് തീറ്റിപ്പോറ്റുകയല്ല ചെയ്യേണ്ടത്. അവനുള്ള ശിക്ഷ മരണം തന്നെയാണ്. അത് നൽകേണ്ടത് പോലീസല്ല, ഞാൻ. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അയാളെ കണ്ടുപിടിക്കും. അത്രയും പറഞ്ഞ് ആദി പുറത്തേക്ക് പോയി. പിന്നീട് 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചന്തുവേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകും. അപ്പോഴൊക്കെ അറിയാതെ പോലും എന്നെ ഒന്നും നോക്കിയിട്ടില്ല. അതിലെനിക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. പൃഥ്വിയെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയിട്ടും 2 ദിവസം പുറത്തേക്ക് എവിടെയും പോയില്ല. അപകടം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. ധ്രുവൻ വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു ഫോട്ടോയും നോക്കിയിരിക്കുന്ന ദച്ചുവിനെയാണ്. ദച്ചു, അവൻ്റെ വിളി കേട്ട് ദച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ചന്തുവിനെ കണ്ടയുടനെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ഒളിപ്പിച്ചു വെക്കാൻ ദച്ചു ഒരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും ധ്രുവൻ അത് പിടിച്ചു വാങ്ങിയിരുന്നു. അഭിഷേകിന്റെ ഫോട്ടോയായിരുന്നു അത്. ഒരു കുറ്റവാളിയെ പോലെ ദച്ചു ധ്രുവന്റെ മുന്നിൽ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുനീർ അപ്പോഴും തോർന്നിട്ടുണ്ടായിരുന്നില്ല. നിനക്കിതൊന്നും ഇനിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അവന്റെ ചോദ്യം കേട്ടപ്പോൾ ദച്ചു ഒരു തേങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അവൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല മോളെ. മറ്റൊരു പെണ്ണും കെട്ടി എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ധ്രുവൻ അവളുടെ മുടിയിഴകൾ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും തൻ്റെ പെങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനോടുള്ള കടുത്ത പക അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദച്ചുവിനോട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ധ്രുവന്റെ ചോദ്യം കേട്ട് അമ്മ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ നല്ലൊരു മകനല്ലേ? നല്ലൊരു ഏട്ടനല്ലേ?
എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ നിറവേറ്റാറില്ലേ? എന്നിട്ടും നിങ്ങളൊക്കെ എന്തിനാ ദച്ചുവിൻ്റെ കണ്ണീരിന് കാരണക്കാരനായവൻ എവിടെയാണെന്ന് സത്യം എന്നോട് തുറന്നു പറയാത്തത്? മകൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ചന്തു, നീ സ്നേഹിക്കുന്നത് പോലെ ഒരാളും സ്വന്തം അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിനെയും ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാ അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും നിന്നെ അറിയിക്കാതിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും എൻ്റെ മോൾക്കതൊന്നും ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാം. അവളിവിടെ നീറി കഴിയുന്നത് കണ്ടിട്ടും ഇത്രയും കാലം ഞാൻ ആരോടും ആ സത്യം പറഞ്ഞിട്ടില്ല. അവൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അവൻ ഇന്ന് ഈ ഭൂമിയിലില്ലെന്ന സത്യം. ഞെട്ടലോടെ ധ്രുവൻ അമ്മയെ നോക്കി. നിനക്കും അറിയാമായിരുന്നല്ലോ ദച്ചുവും അഭിഷേകും തമ്മിലുള്ള ബന്ധം. എല്ലാവരോടും നന്നായി പെരുമാറുന്ന നല്ല പക്വതയുള്ള കുട്ടി. അതുകൊണ്ട് തന്നെ എനിക്കും അച്ഛനും ആ ബന്ധത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയത്. സമ്പന്ന കുടുംബമാണെന്ന് ആ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിരുന്നു എന്ന് അവർ അമ്മയുടെ കൂടെയാണ് താമസമെന്നും ദച്ചു പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നല്ല പ്രതികരണമായിരുന്നില്ല അവൻ്റെ അമ്മയുടെയും അവരുടെ രണ്ടാം ഭർത്താവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. സ്വത്ത് കൊണ്ടും പദവി കൊണ്ടും ചേരുന്ന ബന്ധമായിട്ടും വിവാഹാലോചനയുമായി ചെന്ന എന്നെ അവിടെ നിന്ന് അവരാട്ടിയിറക്കി. ഒരുപാട് ദേഷ്യത്തോടെയാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത്. ഇവിടെ വന്ന് ആ ദേഷ്യമൊക്കെ ദച്ചുവിനോട് തീർത്തു. ഇനി അവനുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും ഞാൻ അവളെ താക്കീത് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ അവളെ തല്ലി. അവളുടെ ഫോണും വാങ്ങിവെച്ചു. ഒരു തരത്തിലും അവനുമായി ബന്ധപ്പെടാൻ ഞാൻ അനുവദിച്ചില്ല. ആ വീട്ടിലേക്ക് ദച്ചുവിനെ വിവാഹം കഴിപ്പിച്ചയക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ദച്ചുവിൻ്റെ കണ്ണീരൊന്നും ഞാൻ കണക്കിലെടുത്തില്ല. അവൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാനും കൂട്ടാക്കിയില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തു വെച്ച് ഞാൻ അഭിഷേകിനെ കണ്ടു. കാണാതെ മാറിപ്പോവാൻ നിന്ന എന്നെ അവൻ പിടിച്ചു നിർത്തി എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ കേൾക്കാതിരിക്കാൻ തോന്നിയില്ല. അവനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും എല്ലാം തുറന്നു പറഞ്ഞു. അച്ഛൻ രാമകൃഷ്ണൻ, അമ്മ സുചിത്ര. സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ ആണെങ്കിലും നല്ലൊരു കുടുംബജീവിതമായിരുന്നില്ല അവരുടേത്. പരിഷ്കാരം തേടിപ്പോകുന്ന അമ്മയും സമ്പന്നതയുടെ നടുവിലാണെങ്കിലും തികച്ചും സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അച്ഛനും. 2 കുട്ടികൾ ഉണ്ടായതിനു ശേഷവും അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തുടർന്നു. ഒട്ടും യോജിക്കാൻ കഴിയാതെ വന്നപ്പോൾ രണ്ടാളും വേർപിരിഞ്ഞു. മൂത്ത മകൻ അച്ഛൻ്റെ കൂടെയും ഇളയ മകൻ അമ്മയുടെ കൂടെയും പോവാൻ കോടതി ഉത്തരവിട്ടു. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടായിട്ടും അവൻ്റെ അമ്മയ്ക്ക് അതൊന്നും മതിയായിരുന്നില്ല. എങ്ങനെയെങ്കിലും രാമകൃഷ്ണന്റെ സ്വത്ത് കൂടി കൈക്കലാക്കണം എന്ന ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അനിയത്തി എന്ത് ചെയ്താലും ശരിയെന്ന് കരുതുന്ന ഏട്ടൻ്റെയും വാലുപോലെ നടക്കുന്ന രണ്ടാം ഭർത്താവിൻ്റെയും സഹായത്തോടെ അവർ രാമകൃഷ്ണനെ സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ച് വകവരുത്തി. എന്നിട്ട് ആ കുറ്റം മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. ഇതറിഞ്ഞ മൂത്ത മകൻ എങ്ങോട്ടോ ഓടിപ്പോയി. സുഖജീവിതത്തിന് ഇളയ മകനൊരു തടസ്സമാണെന്ന് തോന്നിയ അവർ അഭിഷേകിനെയും പലതരത്തിൽ ഉപദ്രവിച്ചിരുന്നു. അവനെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ അല്ലാതെ എനിക്ക് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീക്ക് ഇത്രയും അധപ്പതിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് ഊഹിക്കാനാവും. ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് ഒരമ്മയും സ്വന്തം മകളെ വിവാഹം കഴിച്ചയക്കാൻ താല്പര്യപ്പെടില്ല. അമ്മ വീട്ടിലേക്ക് വന്നതും എൻ്റെ വീട്ടിലുള്ളവർ മോശമായി പെരുമാറിയതുമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ആരും പറഞ്ഞില്ലെങ്കിലും കുറച്ചു നാളായി എന്നോട് അവൾക്കുള്ള അകൽച്ചയുടെ കാരണവും എനിക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും അവളെ ബലമായി വിളിച്ചിറക്കിക്കൊണ്ട് പോവില്ല. അമ്മ പേടിക്കണ്ട, അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളാം ഈ ബന്ധം അവസാനിപ്പിക്കാൻ. എൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അവൻ പോയി. അവൻ്റെ ദച്ചുവിനോടുള്ള സ്നേഹം എത്ര ആഴത്തിലുള്ളതാണെന്ന് അവൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ദച്ചുവിനും അവനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടു. 2 പേരുടെയും നന്മയ്ക്ക് വിവാഹം കഴിഞ്ഞ് ഒരു വീടെടുത്ത് അവരെ മാറ്റി താമസിപ്പിക്കാം എന്ന് കരുതി. അവൻ വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കി പിന്നീട് ഒരു ദിവസം ഞാൻ ആ വീട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ കണ്ടത് അഭിഷേകിനെ കൊന്നു കെട്ടിത്തൂക്കുന്ന അവൻ്റെ അമ്മാവനെയാണ്. യാതൊരു മനസാക്ഷി കുത്തോ വിഷമമോ ഇല്ലാതെ അത് നോക്കി നിൽക്കുന്ന അവൻ്റെ അമ്മയെയും. ആ കാഴ്ച കണ്ട് ഞാൻ ആകെ തളർന്നു പോയി. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ബോധം വന്നപ്പോൾ മുന്നിൽ കാണുന്നത് ക്രൂരമായ മുഖത്തോടെ എന്നെ നോക്കി ചിരിക്കുന്ന അയാളെയാണ്.
മഹാദേവൻ എന്ന മഹിയെ. ഇവിടെ നീ നടന്നതൊക്കെ നീ അറിഞ്ഞോന്ന് മനസ്സിലായി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നമ്മൾ 3 പേരല്ലാതെ ഈ വിവരം മറ്റൊരാൾ അറിഞ്ഞാൽ നിനക്ക് നഷ്ടമാവാൻ പോകുന്നത് നിന്റെ മകളുടെ ജീവിതമാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ നിനക്ക്? മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കാനേ എനിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. അവിടെ നിന്നിറങ്ങിയപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദച്ചുവിനോട് എന്തു പറയണമെന്ന് എനിക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അവൾക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് മാത്രം പറഞ്ഞു. അവനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ കുറേ നാൾ അവളെയും പുറത്തേക്ക് ഇറക്കിയില്ല. പിന്നെയും അവൾ ചോദിച്ചപ്പോൾ അവന് മറ്റൊരു പെണ്ണുമായി ഇഷ്ടത്തിലായെന്നും ഈ നാട്ടിൽ നിന്ന് പോയെന്നും ഞാൻ കള്ളം പറഞ്ഞു. അവളുടെ വിശ്വാസം ഇപ്പോഴും അതാണ്. മഹി, അയാളെ പിടിച്ചാണ് മോനെ ഞാൻ നിന്നോട് പോലും ഒന്നും പറയാതിരുന്നത്. അമ്മ പോയതിനു ശേഷവും മനസ്സ് നിറയെ ആ സ്ത്രീയോടും അവരുടെ സഹോദരനോടുമുള്ള വെറുപ്പായിരുന്നു. ഒരേ സമയം ദച്ചുവിൻ്റെ അവസ്ഥയോർത്തുള്ള സങ്കടവും അയാളോടും ആ സ്ത്രീയോടുമുള്ള വെറുപ്പും മനസ്സിലൂടെ കടന്നുപോയി.